നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കാവുമ്പടി റോഡിൽ ഓടയുടെ സ്ലാബ് തകർന്നു, അപകട ഭീഷണിയാകുന്നു. നിർമ്മല ഹൈസ്കൂളിന് മുൻവശത്താണ് സ്ലാബ് ഒടിഞ്ഞത്, ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ വായിച്ചു വളരുക പദ്ധതിക്ക് തുടക്കം. സ്കൂൾ ഹെഡ് മിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി ഉയർത്തിയ 5 ചോദ്യങ്ങളുമായി ഇലക്ഷൻ കമ്മീഷന് കത്തയച്ച് കോൺഗ്രസ് വാളകം മണ്ഡലം കമ്മിറ്റി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് KM സലീം ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷൻ കമ്മീഷന് കത്തയച്ച യൂത്ത് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ 5 ചോദ്യങ്ങളുമായാണ് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കമ്മിറ്റി കത്തയച്ചത്. നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ BRC 33 പ്രൈമറി സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. ഉദ്ഘാടനം ചെയ്ത് നഗരസഭാ ചെയർമാൻ PP എൽദോസ്. വാർത്തകൾ വിശദമായി. കാവുമ്പടി റോഡിൽ ഓടയുടെ സ്ലാബ് തകർന്ന് അപകട ഭീഷണിയാകുന്നു. നിർമ്മല ഹൈസ്കൂളിന് മുൻവശത്താണ് സ്ലാബ് ഒടിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്നത്. കാവുമ്പടി റോഡിൽ ഓടയുടെ സ്ലാബ് തകർന്ന് അപകട ഭീഷണിയാകുന്നു. നിർമ്മല ഹൈസ്കൂളിന് മുൻവശത്താണ് സ്ലാബ് ഒടിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്നത്. സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലാണ് അപകട ഭീഷണി നിലനിൽക്കുന്നത്. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുന്നതിനാൽ ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളാണ് ഏറെയും അപകട ഭീഷണി നേരിടുന്നത്. വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അധികൃതർ ഉടൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ വായിച്ചു വളരുക പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 15 വർഷം പൂർത്തിയാക്കുന്ന മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ വായിച്ചു വളരുക പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വായിച്ചു വളരുക. എല്ലാ കേഡറ്റുകളും ലൈബ്രറിയിൽ നിന്നും പുസ്തകം എടുക്കുകയും അത് വായിച്ചതിനു ശേഷം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും ഏറ്റവും നല്ല ആസ്വാദനക്കുറിപ്പിന് സമ്മാനം നൽകുകയും ചെയ്യുന്നു. പദ്ധതിയുടെ ഭാഗമായി SPC കേഡറ്റുകളിൽ നിന്നും ശേഖരിച്ച പുസ്തകം ലീഡർ മെഹർ നിഹാളിൽ നിന്നും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ കബീർ PA, ശ്രീജ TV എന്നിവർ നേതൃത്വം നൽകി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJPയെ സഹായിച്ച ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ 5 ചോദ്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് വാളകം മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് KM സലീം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഏബൽ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബി പങ്കണത്തിൽ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി TM എൽദോ, നേതാക്കളായ ജിനു CK, വിപിൻ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ഇലക്ഷൻ കമ്മീഷന് കത്തയച്ച യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കമ്മിറ്റി. യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിൽ നടത്തിയ പ്രതിഷേധം നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സാബിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, അമൽ എൽദോസ്, ഷാൻ കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. BRCയുടെ കീഴിലുള്ള 33 പ്രൈമറി സ്കൂളുകൾക്ക് അനുവദിച്ച സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഗവൺമെന്റ് ടൗൺ UP സ്കൂൾ പ്രധാനാധ്യാപിക ഡീന KGക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ BPC ആനി ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. BRC ട്രെയിനർ ജിനു ജോർജ്, HM ഫോറം സെക്രട്ടറി ദീപ എബി, CRCC ആതിര ശശി എന്നിവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 88 പൂർണ്ണമാകുന്നു. നമസ്കാരം.